السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ويصلح أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം റഹ്മത്ത് നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. വിത്തറിലെ കുനൂത്ത് പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം പ്രബുദ്ധമായ കേരള സമൂഹത്തില് പരിശുദ്ധ ഖുർആനും കറകളഞ്ഞ തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അതിശക്തമായി പടപൊരുതിയിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു വിഭാഗം ഗൾഫ് രാജ്യങ്ങളിലുള്ള സലഫിയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ചില കാര്യങ്ങൾ അവർ സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും അത് ദലീലുണ്ടോ, തെളിവുണ്ടോ, പ്രമാണമാണോ എന്നൊന്നും പരിശോധിക്കാതെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുകയും ചെയ്യുന്ന വളരെ ഖേദകരമായ ദുഃഖകരമായ ഒരവസ്ഥ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് കറകളഞ്ഞ സുന്നത്തിന്റെ വക്താക്കളായിരുന്നു. കറകളഞ്ഞ സുന്നത്ത് എന്ന് ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളിൽ, പള്ളികളിൽ, അത് അവരുടെ സമ്മേളനങ്ങളിലൊക്കെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമായി പഠിപ്പിക്കാത്ത ഒരു കാര്യം ആചരിക്കുമായിരുന്നില്ല. മാത്രമല്ല, മതത്തിന്റെ പേരിൽ അങ്ങനെ കൃത്യമായി പ്രമാണമില്ലാത്ത സംഗതികൾ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ അതിനെതിരെ ശക്തമായി എതിർക്കുകയും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവ തെറ്റാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാറുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് വിത്തറിലെ കുനൂത്ത് നമ്മുടെ നാട്ടിലേക്കൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? മനുഷ്യനെ അന്ധമായി അനുകരിക്കാനുള്ള പ്രവണതയാണ്. വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്ന വേളയിൽ ചില ആളുകൾ അവിടെയുള്ള ആളുകളെ കാണുന്നു, അവരതാ
വിത്റിലെ ഖുനൂത്തിൽ ധാരാളമായി നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ നമ്മളും അതിന് തെളിവുണ്ടോ, അതിന് രേഖയുണ്ടോ, ഇത് അള്ളാഹു പഠിപ്പിച്ചതാണോ, ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചതാണോ എന്ന് കൃത്യമായി വ്യക്തമായി പരിശോധിക്കാതെ അതപ്പടി അനുകരിക്കുകയാണ്. ഈ അനുകരണ ഭ്രമം അത് നാശത്തിലേക്ക് നയിക്കുമെന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഹദീസിൽ ഉദ്ധരിച്ചുകൊണ്ട് വിത്റിലെ ഖുനൂത്തിനെ ന്യായീകരിക്കുന്ന സഹോദരങ്ങൾ അവർ എന്ത് തെളിവാണ് ഉദ്ധരിക്കാറുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസാണ് നമ്മുടെ സഹോദരങ്ങൾ തെളിവായിട്ട് പറയാറുള്ളത്. ഏതാണ് ആ ഹദീസ്? നോക്കൂ. അനിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഖാല അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുന്ന ഫീ ഖുനൂത്തിൽ വിത്രി اللهم اهدني فيمن هديت وعافني فيمن عافيت وتولني فيمن توليت وبارك لي فيما أعطيت وقني شر ما قضيت فإنك تقضي ولا يقضى عليك إنه لا يذل من واليت تباركت ربنا وتعاليت. ഇതാണ് ഉദ്ധരിക്കാറുള്ളത്. ഇതാണ് ഇപ്പോ ഈ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കാറ്. ഇത് ഇമാം റവാഉൽ ഖംസ അതുപോലെ ഇമാം തുർമുദി ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താ അദ്ദേഹം പറയുന്നത്? മഹാനായ ഇമാം തുർമുദി പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം പറയാണ്, വിത്റിലെ ഖുനൂത്തിന് ഇതിനേക്കാൾ മുന്തി ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല. വിത്റിലെ ഖുനൂത്തിന് ഇതിനേക്കാൾ വലിയൊരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? അതായത് ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ 464 നമ്പർ ഉദ്ധരിച്ചുകൊണ്ട് പറയാ, വഖാല ഹദീസുൻ ഹസനുൻ, ഈ ഹദീസ് ഹസനാണ്, സഹീഹാണ് എന്നല്ല പറയുന്നത്, ഹസനാൻ. ഉസൂലുൽ ഹദീസിന്റെ രീതിശാസ്ത്ര പ്രകാരം സഹീഹിന്റെ എത്രയോ ദർജകൾ താഴെയാണ് ഹസന് എന്നുള്ള ഹദീസ്. മനസ്സിലായല്ലോ? എന്നിട്ട് പറയാം അദ്ദേഹം, വലാ നഅരിഫു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖുനൂതി ശൈഅൻ അഹ്സനു മിൻ ഹാദാ, ഇതിനേക്കാൾ നല്ല ഒരു തെളിവ് വിത്റിലെ ഖുനൂത്തിനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വലാ നഅരിഫു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ നിന്ന് വിത്റിലെ ഖുനൂത്തിന് തെളിവായിട്ട് ഇതിനേക്കാൾ നല്ലൊരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല. ഇമാം ഈ ഹദീസിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതാണല്ലോ ഒന്നാമത്തെ തെളിവ്. ഈ തെളിവിനെ ശ്രദ്ധിച്ച് മുസ്ലിം ലോകത്തുള്ള ഇന്നും ഇന്നലെയുമല്ല ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഹിജ്റ 804 മരണപ്പെട്ടിട്ടുള്ള മഹാനായ സിറാജുദ്ദീൻ അബൂ ഹഫ്സ് ഉമർ ബിൻ അലി ബിൻ അഹ്മദ് അശ്ശാഫിഈ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അൽ ബദറുൽ മുനീർ ഫി തഖ്രീജുൽ അഹാദീസ് വൽ ആസാരിൽ വാഖിഅ ഫി ശർഹുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഫേസ്ബുക്കിലൊക്കെ ധാരാളം സഹോദരങ്ങൾ താഴോട്ടോ മേൽപോട്ടോ നോക്കാതെ, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ ഇത് മടവൂർ വിഭാഗം പറയുന്നു എന്നതുകൊണ്ട് ഇത് അഖലാനിസമാണ്, ഹദീസ് നിഷേധമാണ് എന്ന് പോസ്റ്റർ അടിച്ച് കമന്റ് അടിച്ച് എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇന്നും ഇന്നലെയുമല്ല ഹിജ്റ 804 മരണപ്പെട്ട മഹാനായ ഇമാം സിറാജുദ്ദീൻ അബൂ ഹഫ്സ് ഉമർ ബിൻ അലി ബിൻ അഹ്മദ് അശ്ശാഫിഈ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അൽ ബദറുൽ മുനീർ ഫി തഖ്രീജുൽ അഹാദീസ് വൽ ആസാരി അൽ വാഖിഅ ഫി ശർഹുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ പറഞ്ഞ ഹദീസിനെ സംബന്ധിച്ച്, ഏത് ഹദീസിനെ സംബന്ധിച്ച്? ഹസൻ റളിയല്ലാഹു അൻഹു
പ്രവാചകൻ എന്നെ പഠിപ്പിച്ചു എന്ന് പറയുന്ന ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താ പറയുന്നത് പ്രിയപ്പെട്ടവരെ? ശ്രദ്ധിച്ചോളൂ, നമ്മൾ നന്നായി മനസ്സിലാക്കണം. അദ്ദേഹം പറയാൻ വഖാലഫ അബൂ ഹാത്തിം ഇബ്നു ഹിബ്ബാൻ. എന്താ പറയുന്ന അറിയങ്ങള്? അബൂ ഹാത്തിം ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു തആല അൻഹു ഫളഅഫ ഹദീസൽ ഹസൻ, അതായത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനെ ലഈഫാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയാ ബിമാ തശാഹുൻ ഫീഹി ഫഖാല ഫീ കിതാബിഹി വസ്ഫു الصلاة بالسنة ذكر خبر عدول نقلته يوهم عالما أن المصطفى علم الحسن بن علي دعاء القنوت ثم ساقه بإسناده كما أسفناه عن السنن الأربعة ثم قال هذا خبر رواه أبو إسحاق عن بريد بن أبي مريم وسمعه ابناه إسرائيل ويونس عن أبيهما وعن بريد بن أبي مريم وأبو إسحاق السبيعي كان مدلسا അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. ഈ ഹദീസിന്റെ നിവേദനത്തെ സംബന്ധിച്ച് നിരൂപണം നടത്തിയപ്പോ എന്താ പറയുന്നത്? മുദല്ലസായ വ്യക്തികൾ ഇതിന് പിന്നിലുണ്ട്, ഇതിന്റെ നിവേദനത്തിലുണ്ട് എന്നുള്ളതാ. ലാ യസ്ഗറു അൻ ബുറൈദ് ബിൻ അബി മറിയം ബൽ ഹുവ അലാ ഇസ്നാദൻ മിൻഹു. കണ്ടോ, ബുറൈദ് ബിൻ അബി മറിയം എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചാ പറയുന്നത്. വലാകിൻ ലാ നദ്രി, എന്നിട്ട് പറയാ നമുക്കറിയില്ല അസ്മിഅ ഹാദൽ ഖബറ മിൻ ബുറൈദ് അം ലാ, ഇത് ബുറൈദിൽ നിന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഖാല വഹാദിഹിൽ ലഫ്ള അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുന്ന ഫീ ഖുനൂത്തുൽ വിത്രി. ഈ പിന്നെന്താണ്, വിതുറിന്റെ ഖുനൂത്തില് ഞാൻ പറയാൻ വേണ്ടി റസൂലുള്ള എന്നെ പഠിപ്പിച്ച ഈ ലഫ്ളുകൾ ഉണ്ടല്ലോ, ലൈസത് ബിമഹ്ഫൂലത്തിൻ, അത് മനപ്പാഠമാക്കിയതല്ല. ലിഅന്നൽ ഹസൻ ഇബ്നു അലി ഖുബില, ഇത് സുഹൃത്തുക്കളെ ലൈസ ബിമഹ്ഫൂല, ഇത് മഹ്ഫൂലല്ല എന്നാ പറയുന്നത്. ലിഅന്നൽ ഹസൻ ഇബ്നു അലി ഖുബിലൽ മുസ്തഫ വഹുവ ഇബ്നു 8 സിനീൻ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുമ്പോ ഹസൻ ഇബ്നു അലി എന്ന് പറയുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായിട്ടുള്ള പ്രവാചകന്റെ പൗത്രനെ വഹുവ ഇബ്നു 8 സിനീൻ, 8 വയസ്സ് മാത്രമാണ് പ്രായം. എന്നിട്ട് അൽ ബദറുൽ മുനീർ ഫീ തഖ്രീജിൽ അഹാദീസ് വൽ ആസാരിൽ വാഖിഅ ഫി ശറഹുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ചോദിക്കുകയാണ്, ഫകൈഫ യുഅല്ലിമുൽ മുസ്തഫ ഇബ്നു 8 സിനീന ദുആ അൽ ഖുനൂത് ഫിൽ വിത്രി വയത്റുകു ഔലൽ അഹ്ലാമി വന്നുഹാ മിന സ്വഹാബ വലാ യഅമുറുഹും ബിഹി. അടിവരയിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ ഇമാം സിറാജുദ്ദീൻ അബൂ ഹഫ്സ് ഉമർ ഇബ്നു അലി ഇബ്നു അഹ്മദ് അശ്ശാഫി റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത് എന്താ ചോദ്യം? വകൈഫ യുഅല്ലിമുൽ മുസ്തഫ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പഠിപ്പിക്കുക ഇബ്നു 8 സിനീന, 8 വയസ്സുകാരനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ദുആൽ ഖുനൂതി ഫിൽ വിത്രി, വിത്രിലെ ഖുനൂത്തിന്റെ പ്രാർത്ഥന എങ്ങനെയാണ് 8 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കുക? ഇത് ഞാനോ നിങ്ങളോ ചോദിക്കുന്നതല്ല, അബ്ദുസ്സലാം സുല്ലമി ചോദിക്കുന്നതല്ല, ഡോക്ടർ ഹുസൈൻ മടവൂർ ചോദിക്കുന്നതല്ല, അതല്ല എങ്കിൽ മടവൂർ വിഭാഗത്തിന്റെ ആളുകൾ ചോദിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, എന്താ പറയുന്നത്? അദ്ദേഹം പറയാണ് 8 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്ന? വയത്തുറുക്കു ഉലിൽ അഹ്ലാമി വന്നുഹാ മിന സ്വഹാബ, സ്വഹാബാക്കളിൽ നിന്ന് ബുദ്ധിയുള്ള പ്രായവും പക്വതയുമുള്ള വിവേകശാലികളായ ആളുകളെ ഒഴിവാക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? നബി എങ്ങനെയാണ് അവരെ ഒഴിവാക്കിക്കൊണ്ട് 8 വയസ്സുള്ള കുട്ടിക്ക് മാത്രം ഇത് പഠിപ്പിക്കുക? വലാ യഅമുറുഹും ബിഹി, അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നില്ല. കണ്ടോ, അപ്പോ ഏറ്റവും മുന്തിയ തെളിവായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആ ഹദീസിന്റെ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതിനെക്കുറിച്ച് ലഈഫാണെന്ന് പിന്നെ ഇബ്നു അബീ ഹാത്തിം പറഞ്ഞ സംഭവം നമ്മൾ പറഞ്ഞു. ഇതിന്റെ നിവേദക പരമ്പരയിൽ മുദല്ലസായ വ്യക്തികളുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല ഇത് ഉദ്ധരിക്കുമ്പോൾ ഈ കുട്ടിക്ക് 8 വയസ്സ് മാത്രം പ്രായമാണ്. എങ്ങനെയാണ്? ഉലുൽ അഹ്ലാമി വന്നുഹാ എന്നാണ്, അതായത് ബുദ്ധി
ബുദ്ധിയുള്ള വിവേകശാലികളായ സ്വഹാബാ-കിറാം ഉണ്ടാകുമ്പോ ഈ കുട്ടിയെ നബി എങ്ങനെ പഠിപ്പിക്കുന്ന വലായ ഉംറുഹും ബിഹിം, അവരോടാണെങ്കിൽ കൽപ്പിച്ചിട്ടില്ല എന്നാണ് ഈ പണ്ഡിതൻ ചോദിക്കുന്നത്. ഹിജ്റ 804 മരണപ്പെട്ട ആളാണ് മഹാനായ ഇമാം സിറാജുദ്ദീൻ അബൂ ഹഫ്സ് ഉമർ ഇബ്നു അലി ഇബ്നു അഹ്മദ് അഷ്ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലായല്ലോ കൂട്ടരെ? അപ്പോ ഇതാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അവസാനിക്കുന്നുണ്ടോ? ഈ ഹദീസിനെ കുറിച്ചുള്ള നിരൂപണങ്ങൾ ഇനിയും നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്? حدث بهذا الحديث مخرجه الى المهدي بعد موت ابيه فلم يشك فيه تباركت وتعاليت قال ابن حبان لم يكن شعبة في حديثه قنوت الوتر. ഈ തബാറക്ത വതആലൈത എന്നൊക്കെയുള്ള ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് മഹാനായ ഇബ്നു ഹിബ്ബാൻ എന്താ പറയുന്നത്? ലം യകുൽ ശുഅബതു ഫീ ഹദീസിഹി, ശുഅബ തന്റെ ഹദീസിൽ ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാ. എന്നിട്ടോ വഹുവ അഹ്ഫലു മിൻ മിഅതൈനി മിസ്ല അബി ഇസ്ഹാഖ് വഇബ്നിഹി, അതായത് അബൂ ഇസ്ഹാഖിനെ പോലെ അദ്ദേഹത്തിന്റെ പുത്രനെ പോലെ എന്താണ് 200 അഹ്ഫലു മിൻ മിഅതൈനി എന്നാണ്, അതായത് എത്രയോ മനഃപ്പാടമുള്ള ആളാണെന്നാ. എന്നിട്ട് പറയാണ് ഫലൈസ ഹാദിഹിൽ ലഫ്ലതു മഹ്ഫൂലതൻ, അവരൊന്നും എന്തല്ല ഈ ലഫ്ലുകൾ മനഃപ്പാടമാക്കിയിട്ടില്ല. നല്ലോണം ശ്രദ്ധിച്ചോളൂ കൂട്ടരെ. ഫലൈസത് ഹാദിഹിൽ ലഫ്ലതു മഹ്ഫൂലതൻ ലിഅന്നൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബില വൽ ഹസൻ ഇബ്നു അലി ഇബ്നു 8 സിനീൻ ഫകൈഫ യുഅല്ലിമുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത് അൽ വിത്രി വലാ യുഅല്ലിമുഹു ലിഹൗലായി സ്വഹാബത്തുൽ മുഹാജിരീൻ. ഈ മുഹാജിറുകളായ സ്വഹാബത്തിനെ അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാതെ വിത്റിലെ ഖുനൂത്ത് 8 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയെ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക? 8 വയസ്സെന്ന് എപ്പോഴായി ഹദീസ് ഉദ്ധരിക്കുമ്പോഴല്ലേ? റസൂലുള്ള മരിക്കുമ്പോഴേ 8 വയസ്സായിട്ടുള്ളൂ. ഇത് എപ്പോഴാ പഠിപ്പിച്ചതെന്നൊന്നും അറിയില്ല. അപ്പൊ അത്രമാത്രം മരിക്കുമ്പോഴേ 8 വയസ്സേ ഉള്ളൂ. അപ്പൊ അതിനേക്കാൾ മുമ്പായിരിക്കാം ഇത് പഠിപ്പിച്ചതെന്നാ. എന്നിട്ടോ ഈ എത്രയോ മനഃപ്പാടമുള്ള ആളുകളെ അടുത്തു നിന്നൊന്നും ഫലൈസത്ത് ഹാദിഹിൽ ലഫ്ലതു മഹ്ഫൂലതൻ, ഈ വാക്കുകൾ പിന്നെ നിവേദനം ചെയ്യപ്പെടുന്നില്ല, ഹിഫ്ലാക്കപ്പെട്ടില്ല എന്നാ. ഇത് നമുക്ക് ഇത്ഹാഫുൽ മുഹ്റബിൽ ഫവായിദിൽ മുബ്തകിറ മിൻ അത്റാഫിൽ അശ്റ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതാരുടെ ഗ്രന്ഥം എന്നറിയും നിങ്ങൾ? സാക്ഷാൽ അബുൽ ഫളൽ അഹ്മദ് ബിൻ അലി ബിൻ മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ ഹജർ അൽ അസ്ഖലാനി അൽ മുതവഫ ഹിജ്റ 852 ഹിജ്റ 852 മരണപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഇതിനെക്കുറിച്ച് ഇത്തരം ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചു നോക്കിയാല് ഇപ്പൊ ഈ ഹദീസിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് വന്നിട്ട് എന്താ പറയുന്ന നിങ്ങള്? ഇതിൽ തന്നെ ഇപ്പൊ നമ്മളെ ഇവിടെയൊക്കെ ദുആ ചെയ്യുന്ന ഖുനൂത്ത് നടത്തുന്ന ആളുകൾ വലാ യഇസ്സു മൻ ആദൈത് എന്ന് പറയാറുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ എന്താ പറയുന്നത് പറയല്? വസാദത്ത് തബറാനി വൽ ബൈഹഖി വലാ യഇസ്സു മൻ ആദൈത് ഖാല ഫിൽ ഖുലാസ ബിഇസ്നാദിൻ ലാ അലമു ബിഹി എന്നാണ്. ഇതിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാ. എന്നിട്ട് പറയാണ് പിന്നെ ഇമാം ബൈഹഖി തന്നെ അദ്ദേഹത്തിന്റെ അൽ ഖുലാസ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാം സനദുഹാ ലഈഫുൻ, ഇതിന്റെ സനദ് ദുർബലമാകുന്നു എന്നുള്ളതാ. എന്നിട്ട് പറയാണ് قال في الخلاصة بعد قوله تبارك وتعالى وصلى الله على النبي وقال النووي إن إسنادها صحيح. ഇമാം നവവി അത് സഹീഹാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ഖുലാസയിൽ പറയുന്നു ഇത് ദുർബലമാണ് എന്ന്. പക്ഷെ ഇമാം ഹാഫിദ് എന്താ പറയുന്നത്? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്താ പറയുന്നത്? ബിഅന്നഹു മുൻഖത്തി ആയിട്ടുള്ള പരമ്പരയാണ് എന്നുള്ളതാ. ഇതേത് ഗ്രന്ഥത്തിലാ? ഫത്ഹുൽ ഗഫാർ അൽ ജാമിഅ ലി അഹ്കാമി സുന്നത്തി നബിയ്യിന അൽ മുഖ്താർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഫത്ഹുൽ ഗഫാർ അൽ ജാമിഅ ലി അഹ്കാമി സുന്നത്തി നബിയ്യിന അൽ മുഖ്താർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അൽ ഹസൻ ഇബ്നു അഹ്മദ് ഇബ്നു യൂസുഫ് ഇബ്നു മുഹമ്മദ് ഇബ്നു അഹ്മദ് അർ-റുബായി അസ്-സുൻആനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇത് നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും. മനസ്സിലായല്ലോ? അദ്ദേഹം ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് എന്ന് പറയുന്ന ഈ ഹദീസിനെ സംബന്ധിച്ച അതെങ്ങനെ പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. ഇനി നിങ്ങൾ നോക്കൂ,
നമുക്ക് ഈ വിഷയത്തില് ഇപ്പൊ പ്രധാനമായിട്ട് ഒന്നാമതായിട്ട് ഉദ്ധരിക്കുന്ന തെളിവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ തെളിവ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടാമതായിട്ട് ഉദ്ധരിക്കുന്ന ഒരു തെളിവ് എന്താണ്? ഞാൻ വായിക്കാം. അദ്ദലീലുൽ അവ്വൽ എന്ന് പറഞ്ഞിട്ടാണ് ഹസൻ ബിൻ അലീബിന് റളിയല്ലാഹുവിന്റെ ഹസൻ ബിൻ അലി റളിയല്ലാഹുവിന്റെ ഹദീസ് ഉദ്ധരിക്കുന്നത്. ആ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചു. അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ തെളിവിലേക്ക് പോകാം. എന്താ പറയുന്ന അറിയുന്നത് സുഹൃത്തുക്കളെ? ആ ഹദീസിനെ കുറിച്ച്, അതായത് അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുന്ന ഫീ ഖുനൂത്തുൽ വിത്ർ, വിത്റിലെ ഖുനൂത്തിൽ എന്നെ റസൂലുള്ള പഠിപ്പിച്ചു എന്ന ആ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ വിശദീകരിക്കാണ്. ഒന്നുകൂടെ അതിലേക്ക് കൂട്ടിച്ചേർക്കണം. എന്താ പറയുന്നത്? ഖാലൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് എന്താ പറഞ്ഞ അറിയുന്നത്? ലൈസ യർവി ഫീഹി അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ, വിത്റിലെ ഖുനൂത്തിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പറയാ വഖാല ഇബ്നു ഹുസൈമ ഫി സഹീഹ്, ഇബ്നു ഹുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ പറയാണ് വലസ്തു അഹ്ഫളു ഖബറൻ സാബിതൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖുനൂത്ത്, ഖുനൂത്തിന് ഇങ്ങനെ ഒരു പ്രാർത്ഥനയുള്ളതായിട്ട് സാബിതായിട്ടുള്ള ഒരു രേഖ നമുക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായല്ലോ? ഇതൊക്കെ ഈ ഹദീസിനെ സംബന്ധിച്ച് പറയാ. മാത്രവുമല്ല വിത്റിലെ ഖുനൂത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള പ്രമുഖമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഖുനൂത്ത് ഫിൽ വിത്ർ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ പറയാണ് ബിഅന്നൽ ഹദീസ് ലഈഫുൻ, ഈ ഹദീസ് ദുർബലമാകുന്നു എന്ന്, ഈ ഹദീസ് ദുർബലമാണ് എന്ന് അൽ ഖുനൂത്ത് ഫിൽ വിത്ർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നല്ലവണ്ണം മനസ്സിലാക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ തെളിവിലേക്ക് പോകാം. രണ്ടാമത്തെ തെളിവ് എന്താണ്? രണ്ടാമത്തെ തെളിവായിട്ട് പലപ്പോഴും ആളുകൾ ഉദ്ധരിക്കാറുള്ള ഒരു വചനം, അത് ഇവിടെ പല ആളുകളും ഉദ്ധരിക്കാറുണ്ട്. അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. രണ്ടാമത്തെ വചനം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ വിത്റിൽ ഖുനൂത്ത് നിർവഹിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറയാറുള്ളത്. അത് നമുക്ക് പരിശോധിക്കാം. അതെന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിനെ കുറിച്ച് അത് ലഈഫാണ് എന്ന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വറവാ അദ്ദാറുഖുത്നി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖനത ഫി ആഖിറിൽ വിത്രി ഖബല റുകൂഇ. കണ്ടോ? റുകൂഇന് മുമ്പായിട്ട് വിത്റിൽ ഖുനൂത്ത് നിർവഹിച്ചു എന്ന് പറയുന്നത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ് അന്ന ഇസ്നാദഹു അന്ന ഫി ഇസ്നാദിഹി, അതിന്റെ ഇസ്നാദിലുണ്ട്, അതിന്റെ സനദിലുണ്ട് അംർ ഇബ്നു ഷംർ എന്ന് പറയുന്ന ആളുണ്ട്. വഹുവ വാഹിൻ, അതിന്റെ സനദിലുള്ള അംർ ഇബ്നു ഷംർ എന്ന് പറയുന്ന ആളെന്താണ്? അദ്ദേഹം വാഹാണെന്ന. വാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹം പലവിധ തെറ്റിദ്ധാരണകളും അസ്വാഭാവികതകളുമുള്ള ആളാകുന്നു എന്നുള്ളതാണ്. മനസ്സിലായാലോ കൂട്ടരെ? ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇനി വേറെയും ചില തെളിവുകൾ പലപ്പോഴും ചില സഹോദരങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അൽ അഹാദീസ് വൽ ആസാറുൽ വാരിദ ഫീ ഖുനൂത്തുൽ വിത്ർ റിവായതൻ വ ദിറായതൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദക്തൂർ മുഹമ്മദ് ബിൻ ഉമർ ബിൻ സാലിം എന്ന് പറയുന്ന ആളുടെ പണ്ഡിതന്റെ ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യം എന്താ പറയുക? ഞാൻ വായിക്കാം. അൻ അംർ ബിൻ ഷംർ അൻ സലാം ബിൻ സുവൈ അൻ സലാം അൻ സുവൈദ് ബിൻ ഗഫ്ല ഖാല സമിഅതു അബാ ബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലിയൻ യഖൂലൂന ഖനത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിറിൽ വിത്രി വകാനൂ യഫ്അലൂന ദാലിക. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ വിത്റിൽ ഖുനൂത്ത് നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹദീസ് ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ വായിച്ചത്. ഈ ഹദീസിനെ കുറിച്ച് എന്താ പറയുന്നത് നിങ്ങള്? ഇസ്നാദുഹു മൗളൂഅൻ, ഇതിന്റെ സനദ് മൗളൂ ആണ് എന്നുള്ളതാണ്. മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കിയെന്നാ പറയുന്നത്. എന്നിട്ടോ ഇമാം ദാർഖുത്നി ഉദ്ധരിച്ചിട്ടുണ്ട്
എന്നിട്ട് പറയാ വഫിസ്സനദി അംർ ഇബ്നു ശംർ ഹുവൽ ജുഅഫി അൽ കൂഫി അശ്ശീഇ. ഇതിന്റെ സനദിലുള്ള അംർ ഇബ്നു ശംർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഹുവ അൽ ജുഅഫി അൽ കൂഫി അശ്ശീഇ, ഷിയാ വിഭാഗക്കാരനാകുന്നു, കൂഫക്കാരനായ ഷിയാ വിഭാഗക്കാരനാകുന്നു ഇതിന്റെ സനദിലുള്ളത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ബിൻ അഫ്ഫാനും ഖുനൂത്ത് നിർവഹിച്ചിരുന്നു. അവരൊക്കെ പറയാറുണ്ട് റസൂലുള്ള ഖുനൂത്ത് നിർവഹിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസ പറയുന്നത്. അത് സനദ് മൗലൂ ആണെന്ന് പറഞ്ഞു. മാത്രമല്ല അതിന്റെ സനദിൽ ഷിആ വിഭാഗക്കാരനായിട്ടുള്ള അംർ ഇബ്നു ശംർ ഉണ്ട് എന്ന് പിന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇനിയോ ഖാലൽ ജൗസാനി പറയാ, എന്താ പറയുന്നത്? ഈ സനദിലുള്ള അംർ ഇബ്നു ശംർ എന്ന് പറയുന്ന ആൾ എന്താണ്? അദ്ദേഹം വ്യതിയാനം സംഭവിച്ചവനും നുണയനുമാകുന്നു. വഖാല ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സ്വഹാബാക്കളെ ആക്ഷേപിക്കുന്ന ആളാണ്. ആര്? ഈ ഖുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റിൽ നിർവഹിച്ചിരുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരൊക്കെ പറയുന്നു എന്ന് പറയുന്ന ഹദീസിന്റെ സനദിലുള്ള ആളെ സംബന്ധിച്ചായി പറയുന്നത് എന്താ? അവര് സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവരായിരുന്നു. നമ്മുടെ ആളുകൾക്ക് എന്താ? സനദില് സ്വഹാബത്തിനെ ആക്ഷേപിച്ചാലും ശരി, അത് മൗലൂ ആണെങ്കിലും ശരി, അവര് ഷിയാ വിഭാഗക്കാരനായിരുന്നാലും ശരി, കസ്സാബ് ആണെങ്കിലും ശരി, സായിഹുൻ എന്ന് പറഞ്ഞ വ്യതിയാനം സംഭവിച്ച ആളാണെങ്കിലും ശരി, അതൊന്നും പ്രശ്നമില്ല എന്നുള്ളതാ. എന്നിട്ട് പറയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം എന്താ പറയുക? ഇബ്നു ഹിബ്ബാൻ പറയാ, മഹാനായ ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ മനുഷ്യൻ വിശ്വസ്തന്മാരിൽ നിന്ന് വിശ്വസ്തന്മാരായ സ്വഹാബാക്കളിൽ നിന്നും അതുപോലെ പിന്നെ അസ്മാഉ റിജാലുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും മൗലൂആയിട്ടുള്ള ഹദീസുകൾ ഉദ്ധരിക്കും. കണ്ടോ, അവര് പറഞ്ഞു ഇയാൾ കെട്ടിണ്ടാക്കുക. വഖാലൽ ബുഖാരി, മഹാനായ ഇമാം ബുഖാരി പറഞ്ഞു, മുൻകറുൽ ഹദീസ്, ഈ ഹദീസ് മുൻകറുൽ ഹദീസാണ് എന്ന് ഇമാം ബുഖാരി തന്നെ പറഞ്ഞു. നിങ്ങൾ മീസാനുൽ ഇഅ്തിദാലിന്റെ 2-ാം വാള്യം 228-ാമത്തെ പേജ് നോക്കുക. മീസാനുൽ ഇഅ്തിദാലിന്റെ 2-ാം വാള്യത്തിലെ 228-ാമത്തെ പേജ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി മറ്റൊരു തെളിവ് ഇവര് പറയാലോ, മറ്റൊരു തെളിവ് നമുക്ക് നോക്കാം. അൻ അയ്യൂബ് അൻ ഇബ്നു സീരീൻ ഖാല കാന ഉബയ്യ യഖൂമു ലിന്നാസി അലാ അഹ്ദി ഉമർ ഫീ റമളാന ഫഇദാ കാന നിസ്ഫു ജഹറ ബിൽ ഖുനൂത്ത് ബഅദ റക്അ. കണ്ടോ എന്താ പറയുന്നത്? ഉമർ റളിയല്ലാഹു തആല അൻഹു ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ നമസ്കരിക്കാൻ കൽപ്പിച്ച കാര്യങ്ങൾ അറിയാലോ. എന്നിട്ട് പറയുന്നത് ഉബയ്യ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഉമറിന്റെ കാലഘട്ടത്തിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു. ഫീ റമളാന, റമളാനിൽ ഫൈദാ കാന നിസ്ഫു, അങ്ങനെ പകുതിയായാൽ, റമളാൻ പകുതിയായാൽ കേട്ടോ. ഈ ഹദീസിൽ എന്താ പറയുന്നത്? ഇപ്പോ ഞാനൊക്കെ ജോലി ചെയ്യുന്ന ഈ സ്ഥലത്തൊക്കെ റമളാൻ 1 മുതലേ ഖുനൂത്തുണ്ട്. ഞാൻ പോകുന്ന പള്ളിയിൽ ആകെ 2 ദിവസമാണ് ഇപ്പൊ അദ്ദേഹം ഖുനൂത്ത് ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഖുനൂത്തുണ്ട്. പക്ഷെ ഇവിടെ ഈ ഹദീസിൽ പറയാണ് ഫഇദാ കാന നിസ്ഫു ജഹറ ബിൽ ഖുനൂത്ത്, റമളാനിന്റെ പകുതി ആയാലാണ് ഖുനൂത്ത് ഉറക്കനെ ഉച്ചത്തിൽ നിർവഹിക്കാറുള്ളത്. എന്നിട്ടോ ഫഇദാ തമ്മത് 20 ലൈല, 20 ആയി കഴിഞ്ഞാൽ, 20ാമത്തെ രാത്രി ആയി കഴിഞ്ഞാൽ ഇൻസറഫ ഇലാ അഹ്ലിഹി, അദ്ദേഹം ഉബയ്യ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് പോകും. വഖാമലിന്നാസി അബൂ ഹലീമ, അങ്ങനെ അബൂ ഹലീമ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും? ഇമാമ നിൽക്കും ജനങ്ങൾക്കായിട്ട്. അബൂ ഹലീമ മുആദ് അൽ ഖാരി' വജഹറ ബിൽ ഖുനൂത്ത് ഫിൽ അശ്റിൽ അവാഹിർ, അങ്ങനെ അവസാനത്തെ 10 ഖുനൂത്ത് ഉച്ചത്തിൽ അദ്ദേഹം ചൊല്ലും. ഹത്താ കാനൂ മിമ്മാ യസ്മഊനഹു യഖൂൽ, ജനങ്ങൾക്ക് കേൾക്കുന്ന രൂപത്തിൽ ഖുനൂത്ത് നിർവഹിക്കും. അതെന്താ ഖുനൂത്ത് ചൊല്ലുക? അല്ലാഹുമ്മ ഖഹ്തുൽ മതർ, അല്ലാഹുമ്മ ഖഹിത അൽ മതർ ഫയഖൂലൂന ആമീൻ എന്നിങ്ങനെ പറയും. ഫയഖൂൽ മാ അസ്റഅ മാ തഖൂലൂന ആമീൻ,
ദഊനി ഹത്താ അദൂ. അപ്പൊ ജനങ്ങളിങ്ങനെ ആമീൻ പറഞ്ഞപ്പോ അദ്ദേഹം ചോദിക്കും, എന്തൊരു പെട്ടെന്നാ നിങ്ങൾ ആമീൻ പറയുന്നത്, നിങ്ങൾ എന്നെ വിടൂ, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ എന്ന്. ഇതിപ്പോ ആര് ദുആ ചെയ്യുന്ന പറയുന്ന കൂട്ടരെ? നബിയാണോ? അല്ല. അബൂബക്കർ സിദ്ദീഖാണോ? അല്ല. ഉമറുൽ ഫാറൂഖ് ആണോ? അല്ല. പിന്നെ ആരാ? ഉമറുൽ ഫാറൂഖിന്റെ കാലഘട്ടത്തില് ഉബയ്യ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നു എന്നാ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോ അള്ളി റസൂലും പഠിപ്പിച്ചതല്ല അല്ലാന്ന് മനസ്സിലായി. അബൂബക്കർ സിദ്ദീഖ് പോലും പഠിപ്പിച്ചതല്ല എന്ന് മനസ്സിലായി. ഉമർ ഫാറൂഖ് പഠിപ്പിച്ചത് പോലും അല്ലാന്ന് മനസ്സിലായി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് പോലും അല്ലാന്ന് മനസ്സിലായി. അവര് സ്വഹാബത്ത് 4 ഖലീഫമാര് ചെയ്താൽ പോലും ദീനിൽ തെളിവല്ല എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? ഹുജ്ജത്തുൽ ഇസ്ലാം, ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസ്സാലി പോലും പറയുന്നത് 4 ഖലീഫമാര് ഒരു കാര്യം ദീനാണെന്ന് പറഞ്ഞാൽ പോലും, തെളിവില്ലാത്തൊരു കാര്യം ദീനാണെന്ന് അവർ ഏകോപിച്ച് പറഞ്ഞാൽ പോലും അത് തെളിവല്ല എന്നാ പറയുന്നത്. എന്നിട്ടാണ് ഇവിടെ ഈ പറയുന്നട്ടോ ഈ ഹദീസ് ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് നിങ്ങള്? ഇസ്നാദുഹു ലഈഫുൻ, ഇതിന്റെ സനദും ലഈഫാകുന്നു, ഇതിന്റെ സനദും ലഈഫാകുന്നു കൂട്ടരെ. അഖ്റജഹു അബ്ദുർ റസാഖ് ഫിൽ മുസന്നഫ്, ഇത് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസേ. അഖ്റജഹു അബൂദാവൂദ്, അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പറയുന്നത് നിങ്ങള്? വസനദു അബ്ദുർ റസാഖ് ലഈഫുൻ, അബ്ദുർ റസാഖ് മുസന്നഫില്, അബ്ദുർ റസാഖിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ആ ഹദീസ് ഉണ്ടല്ലോ, അതിന്റെ സനദ് ലഈഫാകുന്നു. കാരണം എന്താ? ഇബ്നു സീരീൻ ലം യസ്മഅ ഉബയ്യൻ, ഈ ഹദീസിന്റെ നിവേദനത്തിലുള്ള ഇബ്നു സീരീൻ ഉണ്ടല്ലോ, ഇത് ഹദീസാണെന്ന് പറയാൻ പറ്റൂല. ഹദീസാണ് റസൂലുള്ള പറയുകയും ചെയ്യുകയും പിന്നെ കൽപ്പിക്കുകയും അനുവാദം നൽകുകയൊക്കെ ചെയ്ത കാര്യങ്ങളാണല്ലോ ഹദീസ്. ഇത് നബി അല്ല, അബൂബക്കർ സിദ്ദീഖ് അല്ല, ഉമറുൽ ഫാറൂഖ് അല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ അല്ല, പിന്നെ ആരാ? ഉബയ്യ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പോലും ഹദീസ് എന്ന് അതിന് പറയാൻ പാടില്ല. എന്നിട്ട് പോലും ഇത് ലഈഫാണെന്ന് പറഞ്ഞു. ഇതിന്റെ പരമ്പരയിൽ ഇബ്നു സീരീൻ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം ലം യസ്മഉ ഉബയ്യൻ, അദ്ദേഹം ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ല. വസനദ് അബീ ദാവൂദ് ലൈസ ഫീഹി തസ്രീഹ് ബി ഉബയ്യ് ഇബ്നു കഅബ്, അബൂ ദാവൂദിന്റെ സനദിൽ ഉബയ്യ് ഇബ്നു കഅബ് ആണെന്ന് വ്യക്തതയില്ല. ലാകിൻ ഫീഹി ഖാല ഇബ്നു സീരീൻ. എന്നിട്ട് കണ്ടോ, ഇങ്ങനെ ഇതിനെ കുറിച്ച് പറയാണ്. എന്താ പറയുന്നത് നിങ്ങള്? ഫഹാദാ മുൻഖതിഉൽ വാസിത ബൈന ഇബ്നു സീരീൻ വ അബീ മആദ് മുബ്ഹമത്തുൻ, മുബ്ഹമത്തുൻ. അപ്പോ ഇതിലെന്താണ്? ഇതിന്റെ സനദില് ഇബ്നു സീരീന്റെയും അബൂ മുആദിന്റെയും ഇടയില് മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇൻകിത മുൻഖതിയെ സംഭവിച്ചിട്ടുണ്ട്. മുബ്ഹമാണ്, നമ്മൾ മനസ്സിലാക്കണം, മുബ്ഹമാണ് എന്നാ പറയുന്നത്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് കൂട്ടരെ, നമ്മള് പ്രബുദ്ധമായ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുജാഹിദുകൾക്കിടയിൽ ഇങ്ങനെ തെളിവില്ലാത്ത ദുർബലമായിട്ടുള്ള ഒരു സംഗതി കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ, മറ്റൊരു തെളിവും കൂടെ ഞാൻ പറയാം ഇവർ ഉദ്ധരിക്കാറുള്ളത്. അൻ അംർ അനിൽ ഹസൻ അന്ന ഉമർ ഹൈസു അമറ ഉബയ്യൻ അൻ യുസല്ലിയ ബിന്നാസ് ഫീ റമളാന വഅമറഹു അൻ യഖുറത ബിഹിം ഫി നിസ്ഫിൽ ബാഖി ലൈലത 16. നോമ്പ് 16-ന് 16-ാം രാവിന്റെ ആ പകുതിയാവുമ്പോണ്ടല്ലോ, റമദാൻ പകുതിയാവുമ്പോ, റമദാൻ 16-ല് ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങളോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അപ്പൊ ഖുനൂത്ത് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് സുഹൃത്തുക്കളെ? ഖാല, എന്താ അദ്ദേഹം പറയുന്ന നിങ്ങള്? അദ്ദേഹം പറയാണ് ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? ഇബ്നു അബീദ്, ഇതില് അംർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹം ഇബ്നു അബീദാണ്. ഈ പറയുന്ന ഹദീസിന്റെ സനദില് അംർ എന്ന് പറഞ്ഞ ആളുണ്ട്, അദ്ദേഹം ഇബ്നു അബീദ്. മുത്തഹിമുൻ, അദ്ദേഹം മുത്തഹിമാകുന്നു. കണ്ടോ, ആരോപണ വിധേയനായാണ് അദ്ദേഹം. ലാക്കിൻ താബഹു യൂനുസ് ഇബ്നു അബീദ്, എന്നാൽ ഇതിന് ചില വേറെ പിന്നെ ഇതെന്താ ഇതിന്റെ സനദില് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇതിനെന്താണ്, ഇതുപോലെ വേറെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനെ സഹീഹാക്കാനുള്ള പണിയാണ് ഇവർ നോക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയാണ്,
ഇതിൽ വളരെ വ്യക്തമായി പറയാണ് മിൻ ത്വരീഖി യസീദ് ഇബ്നു സുറൈ അൻ യൂനുസ് ഇബ്നു അബീദ് അനിൽ ഹസൻ വസിയാദതു ലഹു വൽ ഹസൻ ലം യുദ്രിക് ഉബയ്യൻ. കണ്ടോ, ഉബയ്യനെ കണ്ടിട്ടില്ല. ഇതിന്റെ നിവേദക പരമ്പരയിൽ പറയുന്ന ഹസൻ എന്ന് പറയുന്ന ആള് ഉബയ്യനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇതിന്റെ സനദിലൊക്കെ അങ്ങേയറ്റം പ്രയാസങ്ങളുണ്ട്, അഥവാ മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ്. ഒരു ഹദീസും കൂടെ പറയാം. അൻ ശരീഖ് അൻ അതാ ഇബ്നു സ്വായിബ് അൻ അബീഹി അൻ അതാ ഇബ്നു സായിബ് അൻ അബീഹി അന്ന അലിയൻ കാന യഖ്നുതു ഫിൽ വിത്രി ബഅദ റുകൂഅ. റുകൂഇന് ശേഷം അലി റളിയല്ലാഹുവിന് ഖുനൂത്ത് നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന ഈ പറയുന്ന ഹദീസ് എന്താണ്? ഇമാം ഇബ്നു അബീ ശൈബ ഉദ്ധരിക്കുന്നതാണ്. ഇബ്നു അബീ ശൈബ ഉദ്ധരിക്കാണെന്ത്? അലി റളിയല്ലാഹു അൻഹു റുകൂഇന് ശേഷം വിത്റിൽ ഖുനൂത്ത് നിർവഹിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇസ്നാദുഹു ദഈഫുൻ, ഇതിന്റെ സനദ് ദുർബലമാകുന്നു. ഇതിന്റെ സനദ് ദുർബലമാകുന്നു കൂട്ടരെ. എന്താ കാരണം? ഇതിന്റെ സനദ് ദുർബലമാകാനുള്ള കാരണം ഇതിൽ പണ്ഡിതന്മാര് പറയാണ്, ഇതിന്റെ സനദില് ആരോപണ വിധേയരായിട്ടുള്ള, വിമർശന വിധേയരായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ ആരാണ്? വഫിസ്സനദി അതാ ഇബ്നു സായിബ്. അതാ ഇബ്നു സായിബ് ورواية شريك عنه بعد الاختلاط فقد ذكروا بأن كل من روى عن عطاء إنما روى في الاختلاط إلا شعبة وسفيانان والحمادان. കണ്ടോ, അൽ കവാക്കിബുൻ നീറാത്ത് എന്ന് പറയുന്ന പിന്നെ ഗ്രന്ഥത്തിൽ ഇത് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ അൽ ഗൗഹറുൻ നഖി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ വേണ്ടി കഴിയും. ഇതിലെന്താണ്? ചില കൂടിക്കലരലുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന സനദിലെ ആളുകളെ, ഈ അസ്മാഉ റിജാൽ ഉണ്ടല്ലോ, ഹദീസ് ഉദ്ധരിക്കുന്ന ആളുകൾ, അവർക്കിടയിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇനി നമുക്ക് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, വിത്റിലെ ഖുനൂത്ത് ഉണ്ടല്ലോ, ഈ ഖുനൂത്തിനെ സംബന്ധിച്ച് മഹാനായ പിന്നെ ഖലാൽ റവാഹുൽ ഖലാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ പറയാണ്, അന്നഹു സുഇല അനിൽ ഖുനൂത്ത്, ഖുനൂത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഏത് ഖുനൂത്തിനെ സംബന്ധിച്ച്? അന്നഹു സുഇല അനിൽ ഖുനൂത്ത് ഫിൽ വിത്രി, വിത്റിലെ ഖുനൂത്തിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല ലൈസ യർവി ഫീഹി അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ. കണ്ടോ, അദ്ദേഹം പറയാണ്, ഹദീസ് നിദാന ശാസ്ത്ര ലോകത്തെ മുടിചൂടാമന്നൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ് പറയുന്നത് എന്ത്? വിത്റിന്റെ ഖുനൂത്തിന്റെ വിഷയത്തില് ഒന്നും തന്നെ അവലംബിക്കാവുന്ന ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അൽ ബദറുൽ മുനീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അൽ ബദറുൽ മുനീർ എടുത്തു വെക്ക. ശബാബും പുടവയൊന്നും ഞാൻ ഉദ്ധരിക്കുന്നില്ല. നമ്മളെ കുറ്റം പറയുന്ന ആളുകൾക്ക് ഇപ്പൊ നമ്മളൊക്കെ ശബാബ് എന്നാ വായിക്കണ്, പുടവീന്നാ വായിക്കണ് എന്നുള്ള തോന്നലുണ്ടാവും. എന്നിട്ട് പറയാണ്, പ്രിയപ്പെട്ടവരെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വിത്റിലെ ഖുനൂത്ത് ശരിയല്ല എന്ന് പറഞ്ഞത് ആരൊക്കെയാ പറയുന്നത്? മഹാനായ ഇബ്നു ഹുസൈമ പറയുകയാണ്, ഫലസ്തു അഹ്ഫദു ഖബറൻ സാബിതൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖുനൂത്ത് ഫിൽ വിത്ർ. വിത്റിന്റെ ഖുനൂത്തില് സാബിതായിട്ട് ഒന്നും തന്നെ എനിക്ക് രേഖപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് ഇബ്നു ഹുസൈമ. അദ്ദേഹത്തിന് ഹദീസ് ഗ്രന്ഥം പോലുള്ള ബുഖാരി, മുസ്ലിം, തുർമുദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ പോലെയുള്ള ഈ ഒരു ഹദീസ് പിന്നെ മുഹദ്ദിസാണ് ഇബ്നു ഹുസൈമ. അദ്ദേഹം പറയുന്നത് സാബിതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് മാത്രമാണ്. സുഹൃത്തുക്കളെ, ഇനി ഞാൻ നിങ്ങളോട് പിന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അതെന്താ പ്രിയപ്പെട്ടവരെ? മഹാനായ പിന്നെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച സകല മുഫസ്സിറുകളും ആദരവോടുകൂടെ കാണുകയും അഹ്ലു തഫ്സീർ, ഇമാം ഇബ്നു ജരീർ ത്വബരിയെ പോലെ, ഇമാം ഖുർത്തുബി തങ്ങളെ പോലെ, ഇമാം ഫഖ്റുദ്ദീൻ റാസിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇമാം താവൂസിനെ ഉദ്ധരിക്കാറുണ്ട്. ആ താവൂസ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? എഴുതി വെച്ചോളൂ കൂട്ടരെ, നന്നായി മനസ്സിലായിക്കോളൂ. മഹാനായ ഇമാം താവൂസ് റളിയല്ലാഹു അൻഹു ഈ വിത്റിലെ ഖുനൂത്തിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ചില്ലിട്ട് സൂക്ഷിക്കണം. ഏതെങ്കിലും ഗൾഫിലെയോ മറ്റുള്ള പ്രദേശത്തെയോ
ആളുകൾ കൈ ഉയർത്തിക്കൊണ്ട് ദീർഘമായി പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനയുടെ വശ്യതയിൽ വീണുപോയി ഇത് സുന്നത്താണെന്ന് തെറ്റിദ്ധരിക്കുമ്പോ മനസ്സിലാക്കണം, മഹാനായ മുസ്ലിം പണ്ഡിതനായ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന താവൂസ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? എഴുതി വെച്ചോളൂ. വദഹബ താഊസുൻ ഇലാ അന്നൽ ഖുനൂത ഫിൽ വിത്രി ബിദ്അത്തുൻ. കണ്ടോ, വിത്റിലെ ഖുനൂത്ത് ബിദ്അത്താകുന്നു എന്ന് ഇമാം താവൂസ് റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എവിടെ ഇത് വായിക്കാൻ കഴിയുക? നൈലുൽ ഔതാർ മിൻ അഹാദീസ് സയ്യിദുൽ അഖ്യാർ ശറഹ് മുൻതഖൽ അഖ്ബാർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം മഹാനായ അൽ ഇമാം മുഹമ്മദ് ഇബ്നു അലി ഇബ്നു മുഹമ്മദ് അശ്ശൗഖാനി എന്ന് പറയുന്ന ഷൗഖാനി ഇപ്പൊ എല്ലാവർക്കും ഇഷ്ട. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെ കാന്തപുരം സമസ്തക്കാർ പോലും വാദപ്രതിവാദത്തിൽ ഇമാം ഷൗഖാനിയെ ഉദ്ധരിക്കാറുണ്ട്. ആ ഷൗഖാനി റളിയല്ലാഹു അൻഹു പറയാണ്, എന്ത്? ഇമാം താവൂസ് റളിയല്ലാഹു അൻഹു ഈ ഖുനൂത്ത്, ഈ ഫിത്റിലെ ഖുനൂത്ത് ബിദ്അത്താകുന്നു, അനാചാരമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, മുൻവിധിയില്ലാതെ മനസ്സിലാക്കുക. ലോക മുസ്ലിങ്ങൾ സർവസമ്മതമായി അംഗീകരിക്കുന്ന ഒരു മഹാനായിട്ടുള്ള സ്വഹാബി വര്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ്. കിതാബുകളിലൊക്കെ തന്നെയും മഷി കൊണ്ട് എഴുതിയിട്ടുള്ള സകല കിതാബുകളിലും എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്. അതെന്താ? സുന്നത്ത് മുറുകെ പിടിക്കുന്ന മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, പ്രവാചകൻ നടന്ന സ്ഥലത്തുകൂടെ നടക്കുന്നു, ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നു. പ്രവാചകന്റെ ചലനത്തെ പോലെ ചലിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രവാചകൻ മുടിവെട്ടിയതുപോലെ മുടിവെട്ടുന്നു, പ്രവാചകൻ താടി വെട്ടിയതുപോലെ താടി വെട്ടുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും നബി അനുധാവനം ചെയ്യാൻ കർക്കശമായിട്ട് ശ്രദ്ധ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ആര്? സ്വഹാബിയാണ്. ഇന്നും ഇന്നലെ ജീവിച്ച ആളല്ല, സ്വഹാബിയാണ് പ്രിയപ്പെട്ടവരെ. ആര്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് എന്താ പറയുന്നത്? ശ്രദ്ധിച്ചോളൂ. എന്റെ അടുത്ത് അൽ ഔസതു ഫി സുനനി വൽ ഇജ്മാഇ വൽ ഇഖ്തിലാഫ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥം ആരുടേതാണ്? ഹിജ്റ 319 മരണപ്പെട്ടിട്ടുള്ള അൽ ഇമാം അബൂബക്കർ മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം ഇബ്നുൽ മുൻദിർ അൻ-നൈസാബൂരി എന്ന് പറയുന്ന മഹാപണ്ഡിതന്റേതാണ്. ആ ഗ്രന്ഥത്തിൽ പറയുകയാണ്, കേട്ടോളൂ. 2712 നമ്പറായിട്ട് അതിൽ ഉദ്ധരിക്കുന്ന കാര്യം എന്താ? ഹദ്ദസനാ ഇസ്ഹാഖ് അൻ അബ്ദുർ റസാഖ് അൻ മഅമർ അൻ അയ്യൂബ് അൻ നാഫിഅൻ അന്ന ഇബ്നു ഉമർ കാന ലാ യകുനുതു ഫി സുബ്ഹി വലാ ഫിൽ വിത്രി ഐലാ. എഴുതി വെച്ചോളൂ സുഹൃത്തുക്കളെ, എഴുതി വെച്ചോളൂ. പട്ടാമ്പി ഹുസൈനും കൂട്ടരൊക്കെ എഴുതി വെച്ചോളൂ. എന്താ പറയുന്നത്? മഹാനായ നിവേദനം ചെയ്യുന്നു, അന്ന ഇബ്നു ഉമർ, നിശ്ചയം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാന ലാ യകുനുതു ഫി സുബ്ഹി, സുബ്ഹിക്ക് ഖുനൂത്ത് നിർവഹിക്കാറില്ലായിരുന്നു. വലാ ഫിൽ വിത്രി, വിത്റിലും ഖുനൂത്ത് നിർവഹിക്കാറില്ലായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോ ആരായി പറയുന്നത് പ്രിയപ്പെട്ടവരെ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചാ പറയുന്നത്. മുത്തബിഅ സുന്ന എന്ന് എഴുതപ്പെട്ടിട്ടുള്ള ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന 4 മദ്ഹബിന്റെ ഇമാമുകളും സകലമാന മുഫസ്സിറുകളും മുത്തബിഅ സുന്ന എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹയാത്തു സ്വഹാബിന്റെ നബിയുടെ സ്വഹാബത്തിന്റെ ജീവ ചരിത്രമുണ്ട്. അതില് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് എന്താണ് മുസ്ലിം ലോകം പറയുന്നത് എന്ന് നമുക്ക് പിന്നെ പരിശോധിക്കാവുന്നതാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം സുബഹിക്കാകട്ടെ വിത്റിലാകട്ടെ ഖുനൂത്ത് നിർവഹിക്കാറില്ല. ഇതെവിടെയാ സുഹൃത്തുക്കളെ? അൽ ഔസതു ഫി സുനനി വൽ ഇജ്മാഇ വൽ ഇഖ്തിലാഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ്. ഹിജ്റ 319 മരണപ്പെട്ട മഹാനായ ഇമാം അബൂബക്കർ മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അൽ മുൻദിർ എന്ന് പറയുന്ന പണ്ഡിതന്റെ ഗ്രന്ഥമാണത്. മനസ്സിലായോ? അവസാനിക്കുന്നില്ല. മുസ്ലിം ലോകത്ത് ആർക്കും അവഗണിക്കാനാകാത്ത പണ്ഡിത തേജസ്സായിരുന്നു മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക്കിനെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം നേതാക്കൾക്ക് സംസാരിക്കാനാകുമോ? അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയുന്നത്? കേട്ടോളൂ.
وحكى ابن وهب عن مالك أنه قال ما أقنت أنا في الوتر في رمضان ولا غيره. അദ്ദേഹം പറയാ, വിത്റിലോ റമളാനിലോ റമളാൻ അല്ലാത്ത കാലത്തോ വിത്റില് കുനൂത്ത് നിർവഹിക്കാറുണ്ടായിരുന്നില്ല. ഇമാം മാലിക് ഇമാമു ദാരിൽ ഹിജ്റ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപണ്ഡിതനാ. ആ സംഭവം അവിടെ കാണാം. അൽ ഔസതു ഫി സുനൻ വൽ ഇജ്മാഇ വൽ ഇഖ്തിലാഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ വേണ്ടി കഴിയും. അവസാനിക്കുന്നില്ല. ഇമാം ഇബ്നു അബ്ദുൽ ബിറിനെ നമ്മൾ മനസ്സിലാക്കണം. ആരാണ് അദ്ദേഹം? മഹാനാണ് അദ്ദേഹം. മുസ്ലിം സമുദായത്തിന് ഇസ്ലാമിക വിജ്ഞാനങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചിട്ടുള്ള മഹാപണ്ഡിതനാണ് അദ്ദേഹം. എന്താ, അദ്ദേഹത്തെ കുറിച്ച് ഉസൂലുൽ ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ ആദരവോടുകൂടെ കാണുകയും വലിയ സ്ഥാനം നൽകുകയും ചെയ്തിട്ടുള്ള ആളാ ഇബ്നു അബ്ദുൽ ബിർ. അദ്ദേഹം എന്താ പറയുന്നത്? വഖാല ഇബ്നു അബ്ദുൽ ബിർ പറയാ, അൽ ഇഫ്തിദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥം അതിന്റെ 5-ാം വാള്യത്തിലെ 57-ാമത്തെ പേജിൽ കാണാം. അടിവരയിട്ട് മനസ്സിലായിക്കോളൂ കൂട്ടരെ. ലാ യസിഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖുനൂതി ഫിൽ വിത്രി ഹദീസുൻ മുസ്നദുൻ. കണ്ടോ, വിത്റിന്റെ കുനൂത്തില് സനദുള്ള സത്യസന്ധമായ അവലംബിക്കാവുന്ന കൊള്ളാവുന്ന ഒരൊന്നാം തരം ഹദീസ് സഹീഹായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ തെളിവെന്താ വേണ്ട കൂട്ടരെ? ലാ യസിഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖുനൂതി ഫിൽ വിത്രി ഹദീസുൻ മുസ്നദുൻ എന്ന ഇത് അൽ ഇസ്തിദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥം അതിന്റെ 5-ാം വാള്യത്തിലെ 57-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവസാനിക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. മുൽത്തഖ അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇന്റർനെറ്റിലൊക്കെ ലഭ്യമാണ്. ഇന്റർനെറ്റ് നോക്കുന്ന ആളുകൾ പരിശോധിക്കാവുന്നതാണ്. അത് നന്നായി കേട്ടോളൂ. ഇന്റർനെറ്റില് പോലും ലഭ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥം. എന്താണത്? പ്രത്യേകിച്ച് സലഫികളുടെ ഗ്രന്ഥമാണത്. ആധുനിക സലഫികൾ എന്ന് പറയുന്ന ആളുകൾ വലിയ ബഹുമാനത്തോട് കൊണ്ട് നടക്കുന്ന ഒന്നാണത്. അതിൽ പറയാ, വഅലം അന്നഹു ലം യസിഹ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കനത ഫിൽ വിത്രി വൽ ഖുനൂതു അംറുൻ ലാഹിറുൻ ലിഅന്നഹു ദുആഉൻ വറഫഉ യദൈൻ ഫലൗ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലുഹു ദായിമൻ ഔ ഗാലിബൻ ലനഖലഹു മൻ കാന മുലാസിമൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കആയിഷ റളിയല്ലാഹു അൻഹാ. എന്താ പറയുന്നത്? വഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നഹു ലം യസിഹ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ നിന്ന് അന്നഹു ഖനത ഫിൽ വിത്ർ, വിത്റിൽ ഖുനൂത്ത് നിർവഹിച്ചു എന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വൽ ഖുനൂത്ത് അംറുൻ ലാഹിറുൻ, ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ പ്രകടമായ ഒരു സംഗതിയാണ്. ലിഅന്നഹു ദുആഉൻ വറഫഉ യദൈൻ, അതെന്താണ്? ദുആ ആണ്. കൈകളൊക്കെ ഉയർത്തി ദുആ ചെയ്യുന്ന പ്രകടമായി ആളുകൾക്ക് കാണാവുന്ന ഒരു സംഗതിയാണ് ഈ ഖുനൂത്ത് എന്ന് പറയുന്നത്. പക്ഷേ അത് അങ്ങനെ ഖുനൂത്ത് റസൂലുള്ള വിത്റിൽ നിർവഹിച്ചു എന്ന് സഹീഹായി വന്നിട്ടില്ല എന്ന് തീർച്ചയായും നീ മനസ്സിലാക്കിക്കോ. ലിഅന്നഹു ഫലൗ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലുഹു ദായിമൻ, പ്രവാചകൻ ഇത് നിരന്തരമായി നിർവഹിക്കുമായിരുന്നുവെങ്കിൽ, ഔ ഗാലിബൻ, ഇനി നിരന്തരം നിർവഹിക്കണമെന്നില്ല, മിക്കവാറും ഇത് നിർവഹിച്ചിരുന്നു എങ്കിൽ, ലനഖലഹു മൻ കാന മുലാസിമൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പ്രവാചകന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമായിരുന്ന ആളുകൾ ഉദ്ധരിക്കേണ്ടതായിരുന്നു, അവരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടേണ്ടതായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ. ഇതെവിടെ പറയുന്നത്? എവിടെ പറയണത് പ്രിയപ്പെട്ടവരെ? മുൽത്തഖ അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാ ഇത് രേഖപ്പെടുത്തുന്നത്. മനസ്സിലായല്ലോ? ഇനി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ചില ആളുകൾ ഒരു തെളിവും കൂടെ ചില തെളിവുകൾ പറയാറുണ്ട്. ആ തെളിവ് എന്താ സുഹൃത്തുക്കളെ? അതായത് അലി റളിയല്ലാഹു അൻഹു ഈ വിത്റില് ഇങ്ങനെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിലാക മിൻ സഖതിക വബി മുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഉൻ അലൈക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഈ പ്രാർത്ഥന
അലി റളിയല്ലാഹു അൻഹു പിന്നെ പറയാണ് ഈ പ്രാർത്ഥന നബി വിത്റിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന്. ഇത് ശരിയാണെന്ന് സങ്കല്പിക്കുക, ശരിയായിരിക്കാം, ഹദീസ് ശരിയായിരിക്കാം എന്ന് വിചാരിക്കുക. എന്നാൽ തന്നെ ഇതെന്താണ്, കുനൂത്തിലാണ്, വിത്റിലെ കുനൂത്തിലാണ് ഇത് പ്രാർത്ഥിക്കുന്നത് എന്നില്ല. പിന്നെ എന്താണ് ഹദീസിലുള്ളത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫി ആഖിരി വിത്രിഹി, വിത്റിന്റെ അവസാനത്തിൽ പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാ, അല്ലാതെ കുനൂത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നല്ല. നമ്മൾ മനസ്സിലാക്കണം കൂട്ടരെ, അടിവരയിട്ട് മനസ്സിലാക്കണതൊക്കെ. എന്നാലോ ഈ പ്രാർത്ഥന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഒരിക്കൽ ആയിഷാ ബിബി റളിയല്ലാഹു അൻഹ റസൂലിന്റെ കൂടെ ഒന്നിച്ച് കടന്നു, പിന്നെ റസൂലിനെ കാണാനില്ല. രാത്രിയിൽ ഇങ്ങനെ നിങ്ങൾ നോക്കൂ, റസൂൽ ഇങ്ങനെ കാണാനില്ല, അങ്ങനെ തപ്പി നോക്കിയപ്പോ റസൂലുള്ളാഹിന്റെ കാൽപാദത്തിന്റെ മധ്യഭാഗത്ത് റസൂല് ആയിഷാ ബീവിയുടെ കൈ തട്ടിയെന്നാ. ആയിഷാ ബീവിയുടെ കൈ എവിടെ തട്ടിയ? റസൂലുള്ളാഹിന്റെ കാൽപാദത്തിന്റെ മധ്യഭാഗത്ത്. അപ്പൊ അദ്ദേഹം സുജൂദിൽ കിടക്കുക. അപ്പൊ അങ്ങനെ റസൂല പ്രാർത്ഥിക്കാണെന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിരിളാക മിൻ സഖതിക വ ബിമുആഫാതിക മിൻ ഉഖൂബതിക വ അഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതാ. അപ്പോ എന്താണ്, വിത്റിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വിത്റിന് ഈ കുനൂത്തിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു തെളിവാണെന്ത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്റില് പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അല്ലാഹുമ്മ ഇന്നി അഊദു ബിരിളാക മിൻ സഖതിക എന്നുള്ള പ്രാർത്ഥന കൊടുക്കുക. അവിടെ കുനൂത്ത് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഹദീസിന്റെ യഥാർത്ഥ മുസ്ലിമിൽ നമുക്ക് വായിക്കാം. അത് എപ്പോഴാണ്? റസൂലുള്ളാഹി സുജൂദിൽ കിടന്നുകൊണ്ട്, രാത്രി നമസ്കാരത്തിൽ സുജൂദിൽ കടന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത്. കണ്ടോ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഹദീസിനേക്കാൾ ഇമാം മുസ്ലിമിൻ്റെതാണ് പ്രമാണയോഗ്യം. അതാണ് പറയുന്നത്. അത് സഹീഹായ ഹദീസാ. അതിലാവട്ടെ സുജൂദിലാണ്, വിത്റില് പിന്നെ കുനൂത്തിലാണെന്ന് പറയുന്നില്ല. അതങ്ങനെ ഈ കുനൂത്ത് എന്നുള്ളതിന് ഒരു തെളിവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. നമ്മൾ മനസ്സിലായോ? ഇനി നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഈ അലി റളിയല്ലാഹു അൻഹു പിന്നെ ആ വിത്റിന്റെ അവസാനം അല്ലെങ്കിൽ വിത്റിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നത് ചിരി വരും. എന്താ വരിക? അതായത് ഞാൻ വായിക്കാം. അൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫി ആഖിരി വിത്രിഹി, വിത്റിന്റെ അവസാനത്തിൽ റസൂൽ കരീം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് പണ്ഡിതന്മാരെന്താ പറയുന്നത്? ഐ ബഅദ സലാമി, അഥവാ സലാം വീട്ടിയതിനു ശേഷം. പ്രിയപ്പെട്ടവരെ, എന്താണ് സലാം വീട്ടിയതിന് ശേഷം എന്നുള്ളതാണ്. കമാ ഫി റിവായത്തിൻ, കണ്ടോ ഇത് എവിടെയാണ്? ഐ ബഅദ സലാമി മിൻഹു, വിത്റിന് സലാം വീട്ടിയ ശേഷമാണ് ഈ പ്രാർത്ഥന എന്നാ. എന്നിട്ട് ഇതാണ് കുനൂത്തിന് തെളിവാ, വിത്റിലെ കുനൂത്തിന് തെളിവായിട്ട് പറയുന്നത്. ഇത് എവിടെയാണ് സുഹൃത്തുക്കളെ? ഇത് ഇനി ഒന്നുകൂടെ വായിക്കാം. കാലമീറാഖു വഫി ഇഹ്ദാ റിവായത്തിൻ നിസാഇ, ഇഹ്ദാ റിവായാത്തിൻ നിസാഇ, നസായിയുടെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം. കാന യഖൂലു ഇദാ ഫറഗ മിൻ സ്വലാത്തിഹി വതബവ്വഅ മൽജഅഹു, അദ്ദേഹം ഈ സ്വലാത്ത് രാത്രി നമസ്കാരത്തിന് വിത്റിനൊക്കെ എന്താണ്, അത് കഴിഞ്ഞാല് തന്റെ കടപ്പ് സ്ഥാനം നേരാക്കുന്ന ഉറങ്ങണ സ്ഥലേ. എന്നിട്ടോ ഇതെവിടെയാണ്? മിർകാത്തുൽ മഫാത്തിഹ് ശർഹ് മിഷ്കാത്തുൽ മസാബിഹ്, മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ വിശദീകരണമായിട്ടുള്ള മിർകാത്തുൽ മഫാത്തിഹിലാണ് എന്താ പറയുന്നത്? ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന വിത്റിന് സലാം വീട്ടിന് ശേഷമാണ് എന്നുള്ളത്. മനസ്സിലായാലോ കൂട്ടരെ? ഇനി ഇങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ രസകരമായ ചില സംഭവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം, ദീർഘിപ്പിക്കുന്നില്ല. അതായത് 4 മദ്ഹബ് അവരുടെ അഭിപ്രായം എന്താ ഈ കുനൂത്തിനെ സംബന്ധിച്ച്? ഇത് ഷെയ്ഖ് സാലിഹ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവ വ റസായിൽ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന്റെ അൽ മുജല്ലദുർ റാബി അഷർ 14-ാം വാള്യം, 14-ാം വാള്യത്തില് പറയാണ്. എന്താ പറയുന്നത്? 14-ാം വാള്യത്തില് ബാബു സ്വലാത്ത് തതവ്വു എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ആ ഭാഗത്ത് പറയാണ്, ബാബു സ്വലാത്ത് തതവ്വു എന്ന് പറയുന്ന ഭാഗത്തില് 4 മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ വിത്റിലെ കുനൂത്തിനെ സംബന്ധിച്ച്. അത് ചുരുക്കി പറയാൻ നിർത്താം. അതിൽ പറയാണ് മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം എന്താ പറയുന്നത്? ലാ കുനൂത്ത ഇല്ലാ ഫി സ്വലാത്തുൽ ഫജ്ർ ഖാസത്തൻ, ഫജ്റിന്റെ നമസ്കാരത്തില് പ്രത്യേകമായിട്ടുള്ള കുനൂത്തല്ലാതെ ഒരു കുനൂത്തും ഇല്ല എന്നാ.
ലാ കുനൂത്ത ഇല്ലാ ഫി സ്വലാത്തുൽ ഫജ്ർ ഖാസത്തുന്ന, അതായത് സുബ്ഹ് നമസ്കാരത്തിന് ലാ കുനൂത്തില്ല എന്നാ നബി അല്ല മാലിക്കി മദ്ഹബാ പറയുന്നത്. എന്നിട്ട് അവര് പറയണം ഫലാ കുനൂത്ത ഫിൽ വിത്രി വലാ ഗൈരിഹി മിനസ് സ്വലവാത്ത്. കണ്ടോ, വിത്റിലോ മറ്റുള്ള നമസ്കാരങ്ങളിലോ ഒരു കുനൂത്തും ഇല്ല എന്നാണ് മാലിക്കി മദ്ഹബ് പറയുന്നത്. ഇത് ഞാൻ വായിക്കുന്നത്, ഞാൻ പറഞ്ഞു, ഷെയ്ഖ് സ്വാലിഹ് ഉസൈമീൻ റഹ്മഹുള്ളാഹിയുടെ പിന്നെ മജ്മു ഫതാവ വർസായിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാ. എന്നിട്ട് ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്? ലാ കുനൂത ഫിൽ വിത്രി ഇല്ലാ ഫിൻ നിസ്ഫിൽ അഖീരി മിൻ റമളാൻ, റമളാനിന്റെ അവസാന പകുതിയിലല്ലാതെ വിത്റിൽ കുനൂത്തില്ല എന്നാ. അപ്പൊ 1 മുതൽ ചെല്ലുന്ന ആളുകൾ ബിദ്അത്താണ് ചെയ്യുന്നത് അർത്ഥം. കണ്ടോ, റമളാനിന്റെ അവസാനത്തെ പകുതിയിലാണെന്നാ. അപ്പൊ ആദ്യ പകുതിയിൽ ചെല്ലുന്നത് ബിദ്അത്താവൂലേ? വലാ കുനൂത ഫീ ഗൈരിഹി മിനസ് സ്വലവാത്ത്, മറ്റുള്ള നമസ്കാരത്തിലൊന്നും കുനൂത്തില്ല എന്നുള്ളതാ. ഇനി ഹനഫികളുടെ അഭിപ്രായം എന്താണ്? അവർ പിന്നെ വിത്തറിലെ കുനൂത്ത് അവർക്കുണ്ട്. അത് റമളാനിലെ അവസാനത്തെ 10 365 ദിവസം അവർക്ക് കുനൂത്തുണ്ട്. ആർക്ക്? ഹനഫികൾക്ക്. ഇനി ഹംബലികൾക്കോ? യഖ്നുതു ഫിൽ വിത്രി വലാ യഖ്നുതു ഫീ ഗൈരിഹി, അവര് വിത്തറിൽ കുനൂത്ത് നടത്തും. ഇതാണ് ഹനഫികളുടെ ഹംബലികളുടെ അഭിപ്രായം. മനസ്സിലായല്ലോ? എന്നിട്ട് പറയാ വഖാലൽ ഇമാം അഹ്മദ്, ഇമാം അഹമ്മദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് സ്വാലിഹ് ഉസൈമീൻ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മു ഫതാവ വറസായിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്. എന്താ പറയുന്നത്? ലാ യസിഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖുനൂത്തിൽ വിത്രി ഖബല റുകൂഇ ഔ ബഅദഹു ഷൈഉൻ. എന്താ പറയുന്നത്? ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, റുകൂഇന്റെ ശേഷമാകട്ടെ മുമ്പാകട്ടെ വിത്റിൽ കുനൂത്തുള്ളതായിട്ട് നബിയിൽ നിന്ന് സഹിഹായിട്ട് വന്നിട്ടേയില്ല എന്നുള്ളതാണ്. മനസ്സിലായല്ലോ കൂട്ടരെ? ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയും വിശദീകരിക്കാൻ നിന്നാല് ഇതിന്റെ അബദ്ധങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ പറയാനുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോ ഇത് സഹീഹാണെന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ റമളാൻ മുഴുവൻ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല ഇതിനെക്കുറിച്ച് വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ കുനൂത്ത് എപ്പോഴാണ് നിർവഹിക്കുക? അതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. റുക്കൂഇന്റെ മുമ്പാണോ ശേഷാണോ? അതുപോലെ തന്നെ അതിൽ കൈ ഉയർത്താൻ പറ്റുമോ? ഇനി പ്രാർത്ഥനയുടെ അവസാനം പിന്നെ മുഖം തുടക്കാൻ പറ്റുമോ? അതൊക്കെ ലൈഫാണെന്നാ പറയുന്നത്. ഇനി എന്താണ്? നബി പഠിപ്പിച്ചു എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയിലെ അധികം വർദ്ധിപ്പിക്കാൻ പറ്റുമോ? വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാ പറയുന്നത്. വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാ പറയുന്നത്. എന്താണ് ഇതിലേക്ക് അടിസ്ഥാനം? അപ്പോ ഇതൊക്കെ എന്താണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. അപ്പോ ദാറുഖുത്നി ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ലഈഫാണ് എന്നുള്ളത്. എന്റെ ഈ സംസാരം നിങ്ങൾ ആദ്യം മുതൽ കേൾക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇമാം ദാറുഖുത്നി ഉദ്ധരിക്കുന്ന ഹദീസിനെ സംബന്ധിച്ച് പറയുന്നത് ദുർബലാണ് എന്നുള്ളതാ. മനസ്സിലായല്ലോ? അപ്പോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും പിന്നെ കൂടുതൽ നന്മ ഉൾക്കൊള്ളുവാനും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബ് സുന്നത്ത് മുറുകെ പിടിക്കുവാനും ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഒരു സുഹൃത്തിന്റെ പിതാവ് മരണപ്പെട്ടു എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നമുക്കും സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വിശുദ്ധ റമളാനിന്റെ അവസാന സമയത്ത് അദ്ദേഹം വിട പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുകയും നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.